അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ സ്വന്തം അടിസ്ഥാന സൗകര്യ വികസനവും വ്യാപാരാതിർത്തികളും സംരക്ഷിച്ചു നിർത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. അടുത്തിടെ ഇറാനിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളായ പാലങ്ങൾ, റോഡുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾ ജനങ്ങളിൽ ഭീതി പടർത്താൻ മാത്രമാണ് സഹായിച്ചതെന്നും രാജ്യത്തിന്റെ ചരക്ക് നീക്കത്തെയോ സാമ്പത്തിക പ്രവർത്തനങ്ങളെയോ അത് ബാധിച്ചിട്ടില്ലെന്നും ഇറാൻ ഗതാഗത നഗര വികസന മന്ത്രി ഫർസാന സാദേഖ് വ്യക്തമാക്കി. സൈനികമായ നീക്കങ്ങൾക്ക് പകരം ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുമ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപ്രധാന ബന്ധങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൈനികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ വ്യാപാരാതിർത്തികൾ കൂടുതൽ സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഖ്മനൈ തുറമുഖത്തെ ചരക്ക് കൈകാര്യം ചെയ്യൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ 100% ഉയർന്നതായി ഫർസാന സാദേഖ് ചൂണ്ടിക്കാട്ടി. ശത്രുരാജ്യങ്ങൾ ഇറാന്റെ വികസന നട്ടെല്ല് തകർക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ ട്രക്ക് ഡ്രൈവർമാരും തുറമുഖ തൊഴിലാളികളും കാണിച്ച നിശ്ചയദാർഢ്യമാണ് ഇതിന് പ്രധാന കാരണമായത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് കടുത്ത നിക്ഷേപ പങ്കാളിത്തമുള്ള ചബഹാർ തുറമുഖത്തേക്കുള്ള പ്രതിദിന ട്രക്ക് നീക്കം 1000-നും മുകളിലായി തുടരുന്നത് ഈ പ്രതിരോധത്തിന്റെ തെളിവാണ്. കഠിനമായ ഉപരോധ അന്തരീക്ഷത്തിലും ആഗോള വ്യാപാര പാത നിലനിർത്താൻ സന്നദ്ധരായ തൊഴിലാളികളെയും അതുപോലെ ഡ്രൈവർമാരെയും ഇറാനിയൻ ഭരണകൂടം അഭിനന്ദിച്ചു. ഭയവും അനിശ്ചിതത്വവും സൃഷ്ടിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താമെന്ന അമേരിക്കയുടെ തന്ത്രങ്ങൾ പ്രായോഗിക തലത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നൽകുന്ന തന്ത്രപ്രധാന കവാടമാണ് ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖം. ഇന്ത്യ ദീർഘകാല കരാറിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ഈ തുറമുഖത്തിന്മേൽ അമേരിക്കൻ ഉപരോധ ഭീഷണി വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. മുൻപ് ചബഹാർ പദ്ധതിക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ അവസാനിച്ച സാഹചര്യത്തിൽ അമേരിക്കൻ നടപടികളിൽ നിന്ന് ചബഹാറിനെ ഒഴിവാക്കണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി വാഷിംഗ്ടണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ ഉപരോധം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുകയാണെങ്കിൽ പദ്ധതി നിലച്ചു പോകാതിരിക്കാൻ ഇന്ത്യ ഒരു പ്ലാൻ ബി തയ്യാറാക്കുന്നതായി സൂചനയുണ്ട്. ഉപരോധ പ്രതിസന്ധികൾ അവസാനിക്കുന്നതുവരെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല താൽക്കാലികമായി ഒരു പ്രാദേശിക ഇറാനിയൻ ഏജൻസിയെ ഏൽപ്പിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇതുവഴി ഇന്ത്യൻ കമ്പനികൾക്ക് നേരെ നേരിട്ടുള്ള അമേരിക്കൻ ഉപരോധ ഭീഷണി ഒഴിവാക്കാനും അതേസമയം ചബഹാർ വഴിയുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കം തടസ്സമില്ലാതെ തുടരാനും സാധിക്കും. മേഖലയിലെ ചൈനീസ് സ്വാധീനം തടയുന്നതിനും മധ്യേഷ്യൻ വിപണികളിലേക്കുള്ള പ്രവേശനം നിലനിർത്തുന്നതിനും ചബഹാർ ഇന്ത്യക്ക് ഒഴിവാക്കാനാവാത്തതാണ്. ഇറാനെതിരെ ഏറ്റവും ശക്തമായ സാമ്പത്തിക നീക്കം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകളെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എതിർത്തത്. വാഷിംഗ്ടൺ ആഗോള സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക തീവ്രവാദത്തിലൂടെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അത്തരം പരാജയപ്പെട്ട നയങ്ങൾ അമേരിക്കയ്ക്ക് കൂടുതൽ നഷ്ടങ്ങളും ഇറാനിയൻ ജനതയുടെ കടുത്ത ശത്രുതയും മാത്രമേ സമ്മാനിക്കൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്ക സ്വന്തം രാജ്യത്തിനകത്തുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും വൻതോതിലുള്ള കടബാധ്യതകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ഇറാനെതിരെ ഉപരോധ ഭീഷണികൾ മുഴക്കുന്നതെന്ന് അരാക്ചി ആരോപിച്ചു. അമേരിക്കയുടെ ഫെഡറൽ കടം $48 ട്രില്യൺ കുതിച്ചെത്തിയ മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇറാന്റെ ആക്രമണം. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് അമേരിക്ക ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണത്. സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 10 മാസത്തിനുള്ളിൽ തന്നെ അമേരിക്കൻ സർക്കാർ വൻ ബജറ്റ് കമ്മിയാണ് നേരിട്ടത്. സ്വന്തം സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം അടിച്ചേൽപ്പിക്കുന്നത് അമേരിക്കയുടെ പരാജയമാണ് വ്യക്തമാക്കുന്നതെന്ന് ടെഹ്റാൻ വാദിക്കുന്നു. അമേരിക്കയുടെ ഉപരോധ നയങ്ങൾ പലപ്പോഴും ലോകരാജ്യങ്ങളെ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നിലവിലെ സംഭവ വികാസങ്ങൾ. ഇന്ത്യയെ പോലെയുള്ള ഒരു സൗഹൃദ രാജ്യം ഉപരോധങ്ങളെ മറികടക്കാൻ പ്രായോഗികമായ പ്ലാൻ ബി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ അമേരിക്കൻ ഉപരോധങ്ങളുടെ ശക്തി കുറയ്ക്കാൻ ഇടയാക്കുന്നു. ഇറാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോഴും തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ചബഹാർ തുറമുഖം വഴി ഇന്ത്യ കെട്ടിപ്പടുത്ത വ്യാപാര ശൃംഖല വെറുതെ ഉപേക്ഷിക്കാൻ ന്യൂഡൽഹി തയ്യാറല്ല. അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കൻ ബോധ്യം എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിച്ചും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കിയും ഇറാൻ നടത്തുന്ന പ്രതിരോധം ആഗോള രാഷ്ട്രീയത്തിലെ പവർ ബാലൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.